ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഹമ്മദ് ഷഫീഖ് ബി കെ, കെമിസ്ട്രി ടീച്ചർ. മക്കൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മൾ 9ാം ക്ലാസ്സിന്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനത്തിലാണ് അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ഇന്നലത്തെ ലൈവ് കണ്ടിട്ടുള്ള കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിളും സ്ട്രക്ചർ ഓഫ് ആറ്റം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്നും നമുക്ക് ലൈവ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന കുട്ടികൾ ആരെങ്കിലും ആ ലൈവിന്റെ ഷെഡ്യൂളോ മറ്റോ അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രിയും ലൈവ് ഉണ്ട്. ഇനിയുള്ള രാത്രികളിലൊക്കെ നമുക്ക് ലൈവുകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും എക്സാമിന് നിങ്ങൾക്ക് അത് വളരെയധികം ഉപകരിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ മൂവ് ചെയ്യുന്നത്. സോ നമ്മൾ പീരിയോഡിക് ടേബിൾ ഇന്നലെ എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമായിരുന്നു ആറ്റത്തിന്റെ വലുപ്പം, സൈസ് ഓഫ് ആറ്റം എന്നുള്ളത് നമ്മളെ എക്സാമിൽ ഷുവർ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണെന്നുള്ളത്. ആദ്യത്തേതായിട്ട് ഒരു ആറ്റത്തിന്റെ വലുപ്പത്തിനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്തൊക്കെയാ? ഒന്ന് ന്യൂക്ലിയർ ചാർജ്, നമ്പർ ഓഫ് ഷെല്ല്. ന്യൂക്ലിയസിന്റെ ചാർജും ഷെല്ലുകളുടെ എണ്ണവുമാണെന്ന് പഠിച്ചു വെക്കാം. എളുപ്പമല്ലേ? ഈ രണ്ട് കാര്യമാണ് ആറ്റത്തിന്റെ വലുപ്പം, സൈസിനെ എഫക്ട് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഇനി ഇത് രണ്ടും എങ്ങനെയാ സ്വാധീനിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അത് വെച്ചുകൊണ്ട് എളുപ്പത്തിൽ കാര്യങ്ങൾ നീക്കാൻ പറ്റും. ഓക്കെ, നോക്കാം നമുക്ക്. മക്കളെ, വളരെ ഡീറ്റെയിൽ ആയി തന്നെ സാറ് പറഞ്ഞുതരാം. ഇത് ഓൾറെഡി ലൈവ് കണ്ട കുട്ടികൾക്ക് എളുപ്പമായിരിക്കും, അല്ലാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ ചില ഒരു സംശയമൊക്കെ ഉണ്ടാവാം. ലൈവ് ഒന്ന് പോയി കണ്ട സെറ്റ് ആവും കേട്ടോ. ഓക്കെ, റെഡി? അപ്പൊ മക്കളെ നോക്കിക്കേ, നിങ്ങൾ ഈ ഒരു ആറ്റം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് എന്തുണ്ടാവുക? ഒരു ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ടാവും അല്ലെ? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ ഉണ്ടാവും, മക്കൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ടാവുക? ഷെല്ലുകൾ ഉണ്ടാവും. ഈ ഷെല്ലുകളുടെ എണ്ണം കൂടി 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 വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ഷെല്ലുകളുടെ എണ്ണം കുറഞ്ഞാൽ ആറ്റത്തിന്റെ വലിപ്പം കുറയൊന്നും പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏതൊരാൾക്കും വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റാവുന്ന, മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് എങ്ങനെയാ? ഷെല്ലുകളുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ സൈസ്, ആറ്റത്തിന്റെ വലിപ്പം കൂടും. ഷെല്ലുകളുടെ എണ്ണം കുറഞ്ഞാൽ ആറ്റത്തിന്റെ വലിപ്പം കുറയും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യം. ഇനി ന്യൂക്ലിയസിന്റെ ചാർജ് എങ്ങനെയാണ് ആറ്റത്തിന്റെ വലുപ്പത്തിനെ സ്വാധീനിക്കുന്നത് നമുക്ക് പറയാം. ഓക്കെ, വളരെ എളുപ്പത്തിൽ നല്ലൊരു ആനിമേഷൻ രൂപത്തിൽ സാർ അതിനെ കാണിച്ചു തരാം കേട്ടോ. മക്കൾ ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, റെഡി? എടാ, ഒരു ആറ്റത്തിന് ന്യൂക്ലിയസ് സാർ വരയ്ക്കുന്നു. അതിൻ്റെ ഉള്ളിൽ ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. പക്ഷേ ഒരു ന്യൂക്ലിയസിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ, ഒരു ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടോണിന്റെ എണ്ണാണെന്നുള്ളത് മക്കൾ മനസ്സിലാക്കി വെക്കുക. കാരണം എന്താ? ഈ പ്രോട്ടോണിലും ന്യൂട്രോണിലും, ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ചാർജ് ഒന്നും ഇല്ലാത്ത ആളാണ്. ആരാണ് ചാർജ് ഉള്ള ആള്? പ്രോട്ടോൺ ആണ്. അപ്പൊ എത്ര പ്രോട്ടോൺ ഉണ്ടോ അതിനനുസരിച്ച് ന്യൂക്ലിയസിന്റെ ചാർജും ഉണ്ടായിരിക്കും. പ്രോട്ടോണിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിന്റെ ചാർജ് കൂടും. ഓക്കെ ആണല്ലോ? അപ്പൊ അത് ആദ്യം സാരും ഇങ്ങനെ വെറുതെ എഴുതി വെച്ചായിരുന്നു കേട്ടോ. അതായത് പ്രോട്ടോണിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിന്റെ എന്ത് കൂടുന്നു? ചാർജ് കൂടുന്നു എന്നുള്ളത് മക്കൾ പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, റെഡി? ഇനി മക്കൾക്ക് മറ്റൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. എടാ നോക്കിക്കേ, ഇതിന് ചുറ്റും സാർ ഷെല്ലുകൾ വരയ്ക്കുകയാണ് കേട്ടോ. ന്യൂക്ലിയസിന്റെ ചുറ്റും ഷെല്ലുകൾ വരയ്ക്കുകയാണ്. 1, 2, 3, 4. ഓക്കെ, 4 ഷെല്ലുണ്ട്. ഓക്കെ, റെഡി? അപ്പോ ഇനി മക്കൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം? ഇത്രേ ഉള്ളൂ മക്കളെ. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഒരു എത്രയാ? ഒരു 20 പ്രോട്ടോൺ ആണ് എന്ന് വിചാരിക്കുക. എത്ര പ്രോട്ടോണാ? 20 പ്രോട്ടോൺ ആണ്. അപ്പോൾ ഉള്ള ആറ്റത്തിന്റെ വലുപ്പമായിരുന്നു ഇത് എന്ന് വിചാരിക്കുക. ഈ ന്യൂക്ലിയസ് എന്താ ചെയ്യുക? ചുറ്റുമുള്ള ഷെല്ലുകളിലുള്ള ഇലക്ട്രോണുകളെ തന്റെ അടുത്തേക്ക് ഇങ്ങനെ ആകർഷിക്കും അല്ലെ? ഇങ്ങനെ അട്രാക്ട് ചെയ്യലാണ് ന്യൂക്ലിയസിന്റെ പണി. ഓക്കെ, അപ്പോ ഇനി എന്താ സാറ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? 20 പ്രോട്ടോൺ എന്നുള്ളത് സാർ ഒരു 30 പ്രോട്ടോൺ ആക്കി. പ്രോട്ടോണിന്റെ എണ്ണം കൂടി, അതിന്റെ അർത്ഥം ന്യൂക്ലിയസിന്റെ ശക്തി കൂടി, ന്യൂക്ലിയസിന്റെ പവർ കൂടി. അപ്പൊ എന്താ ചെയ്യാ? ന്യൂക്ലിയസ് ഇതേ ഷെല്ലാണ്. ഷെല്ലിന്റെ എണ്ണം സാറ് കൂട്ടിയിട്ടില്ല, ഷെല്ലിന്റെ എണ്ണം കുറച്ചിട്ടുമില്ല, 4 ഷെല്ല് തന്നെ. അപ്പൊ എന്താ ചെയ്യാ? ന്യൂക്ലിയസ് ഈ 4 ഷെല്ലുകളെയും, നേരത്തെ ന്യൂക്ലിയസ് 20 പ്രോട്ടോൺ ഉള്ള ന്യൂക്ലിയസ് അല്ലായിരുന്നോ? ഇപ്പൊ എത്ര പ്രോട്ടോൺ ഉള്ള ന്യൂക്ലിയസ് ആയി? 30 പ്രോട്ടോൺ ഉള്ള ന്യൂക്ലിയസ് ആയി. അപ്പൊ ആ ന്യൂക്ലിയസ് കൂടുതൽ അതിന്റെ ഉള്ളിലേക്ക് പിടിച്ചു വലിക്കും. കണ്ടോ? നേരത്തെ ഇത്ര വലിപ്പമുണ്ടായിരുന്ന ആളിപ്പം ചുരുങ്ങി 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 ഉള്ളിലേക്ക് വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്തോറും എന്ത് കൂടുന്നടാ? ഇനി വേണ്ട മക്കളെ, 4 ഷെല്ല് തന്നെയാണ് ഉള്ളത്. അങ്ങനെ വിചാരിക്കുക, 4 ഷെല്ല് തന്നെയാണ്. സാർ ഒരു 100 പ്രോട്ടോൺ ആക്കി. എത്ര പ്രോട്ടോണാ? 100 പ്രോട്ടോൺ ആക്കി. ആ സമയത്ത് എന്താ സംഭവിക്കുക? 100 പ്രോട്ടോൺ ആക്കുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നേരത്തെ 20 പ്രോട്ടോൺ ഉപയോഗിച്ച് വലിക്കുന്ന മാതിരിയാണോ? അല്ല. 30 പ്രോട്ടോൺ ഉപയോഗിച്ച് വലിക്കുന്ന മാതിരിയാണോ? അല്ല. 100 പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ ആറ്റം ചുരുങ്ങി 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 ചെറുതാകും. അപ്പൊ അതിനർത്ഥം മക്കളെ മനസ്സിലായി, ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നതിനനുസരിച്ച് ആറ്റം ചെറുതായി വരും. ന്യൂക്ലിയസിന്റെ ചാർജ് കുറഞ്ഞാലോ ആറ്റം വലുതായിരിക്കും. എപ്പോ? ഷെല്ലിന്റെ എണ്ണം സെയിം ആണെങ്കിൽ. ഷെല്ലിന്റെ എണ്ണം മാറരുത്. ഓക്കെ, റെഡി ആണല്ലോ? അത് ഈ ഒരു ക്ലാസ് ഇതിൽ നമുക്ക് മനസ്സിലായില്ലേ? ഇനി മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. എടാ, ഒരു ഗ്രൂപ്പിൽ, ഇൻ ഗ്രൂപ്പ്
ഗ്രൂപ്പ് എടുക്കാണ് കേട്ടോ. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും സാർ എക്സാമ്പിൾ എഴുതാം. ലിഥിയം 2, പിന്നെ ആരാണ് ഒന്നാമത്തെ ഗ്രൂപ്പുള്ള ആളാണ് സോഡിയം 11, പൊട്ടാസ്യം 19. ഇത്ര ആളുകളെ സാർ എഴുതുന്ന സമയത്ത് ലിഥിയം 3 എന്നുള്ളത് 2,1 എന്ന് എഴുതാം, സോഡിയം 11 എന്നുള്ളത് 2,8,1 എന്ന് എഴുതാം, പൊട്ടാസ്യം 90 എന്നുള്ളത് 2,8,8,1 എന്ന് എഴുതാം. ഇതിൽ പ്രയാസമില്ലല്ലോ, ഇല്ല. നമുക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, താഴേക്ക് വരുന്തോറും എന്ത് കൂടുന്നുണ്ട്? ഷെല്ലിന്റെ എണ്ണം കൂടുന്നുണ്ട്. അതായത് 2 ഷെല്ല്, 3 ഷെല്ല്, 4 ഷെല്ല്. അപ്പൊ താഴേക്ക് വരുന്തോറും, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ഷെല്ലിന്റെ എണ്ണം കൂടുന്നു. അപ്പൊ ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യും? കൂടും. സിമ്പിൾ, നമ്മളിപ്പോ നേരത്തെ പഠിച്ചു. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത് വെച്ചാലോ, എന്താണ് അപ് ടു ബോട്ടം, അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോ എന്ത് ചെയ്യുന്നു? ഷെൽ നമ്പർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ്, കൂടുന്നു അല്ലെ? അതുകൊണ്ട് സൈസ്, വലുപ്പം, ആറ്റത്തിന്റെ വലുപ്പം എന്ത് ചെയ്യും? കൂടും. സിമ്പിൾ. അപ്പൊ താഴേക്ക് കൂടാന്ന് പഠിച്ചാ പിന്നെ മുകളിലേക്ക് കുറയാണ് നീ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏതൊരു ചിന്തിക്കുന്ന കുട്ടിക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പൊ ഗ്രൂപ്പിൽ എങ്ങനെയാണ് ട്രെൻഡ്, അതായത് ആറ്റത്തിന്റെ വലുപ്പത്തിന്റെ ട്രെൻഡ് നമ്മൾ പഠിച്ചെടുത്തു. ഇനി പീരീഡിലല്ലേ, പീരീഡിന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടാമത്തെ പീരീഡിനെ സാർ എക്സാമ്പിൾ ആക്കി എടുക്കാം. അപ്പൊ ഇൻ പീരീഡിൽ എങ്ങനെയാണ് ആറ്റത്തിന്റെ വലുപ്പം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, പീരീഡിന്റെ കാര്യത്തില് മക്കളെ രണ്ടാമത്തെ പീരീഡ് ആയിട്ടുള്ള ലിഥിയം രണ്ടാമത്തെ പീരീഡിലുള്ള ആളാ, 3 ഇലക്ട്രോൺ ആണ്. അത് കഴിഞ്ഞാൽ ബെർലിയം 4 ഇലക്ട്രോൺ ആണ്, അഥവാ 4 അറ്റോമിക് നമ്പർ. അത് കഴിഞ്ഞിട്ട് ബോറോൺ 5 ആണ്. അത് കഴിഞ്ഞിട്ട് കാർബൺ 6 ആണ്. അത് കഴിഞ്ഞിട്ട് നൈട്രജൻ 7 ആണ്. അത് കഴിഞ്ഞിട്ട് ഓക്സിജൻ 8 ആണ്. അത് കഴിഞ്ഞിട്ട് ഫ്ലൂറിൻ 9 ആണ്. ഇത് രണ്ടാമത്തെ പീരീഡ് ആട്ടോ, ലെഫ്റ്റ് ടു റൈറ്റ്. മക്കളെ ഒന്ന് എഴുതി നോക്കിയേ. ലിഥിയം എന്ന് പറയുമ്പോൾ 2,1, ബെർലിയം 2,2, ബോറോൺ 2,3 അല്ലെ, 2,3, കാർബൺ 2,4, നൈട്രജൻ 2,5, ഓക്സിജൻ 2,6, ഫ്ലൂറിൻ 2,7. ഇതൊക്കെ ആണല്ലോ, റെഡി ആണല്ലോ മക്കൾ. നോക്കി, ഇവിടെ എല്ലാം 2 ഷെല്ലാണ്. എല്ലാ ആറ്റത്തിനും 2 ഷെല്ല. അപ്പൊ ഷെല്ലിന്റെ എണ്ണത്തിൽ മാറ്റമില്ല. പക്ഷേ വേറെ ഒന്നിന് മാറ്റമുണ്ട്. അറ്റോമിക് നമ്പർ നോക്കിയേ, 3, 4, 5, 6, 7, 8, 9 കൂടി വരില്ലേ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ കൂടിയാൽ അതിന്റെ അർത്ഥം എന്താ? പ്രോട്ടോണിന്റെ എണ്ണം കൂടുന്നാണ്. കാരണം പ്രോട്ടോണിന്റെ എണ്ണം അറ്റോമിക് നമ്പറും സെയിം ആണ്, മക്കൾ പഠിച്ചാണ്. അപ്പൊ അതിനർത്ഥം ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്തോറും എന്ത് കൂടുന്നുണ്ട്? പ്രോട്ടോണിന്റെ എണ്ണം കൂടുന്നുണ്ട്, നമ്പർ ഓഫ് പ്രോട്ടോൺ കൂടുന്നുണ്ട്. അല്ല മക്കളെ, ഡീറ്റെയിൽ ആയിട്ട് സാർ പറയുന്നത് കേട്ടോ. നമ്പർ ഓഫ് പ്രോട്ടോൺ കൂടുന്നു എന്നതിന് അർത്ഥം എന്താണ്? അറ്റോമിക് നമ്പർ കൂടുന്നു, അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺ കൂടുന്നു. പ്രോട്ടോൺ ആണ് ന്യൂക്ലിയസിന്റെ ശക്തി, നമ്മൾ ഇപ്പൊ പഠിച്ചു. അപ്പോ ന്യൂക്ലിയസിന്റെ ശക്തി അഥവാ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ, ന്യൂക്ലിയസിന്റെ ചാർജ് കൂടിയാലുള്ള പ്രശ്നം എന്താ? ന്യൂക്ലിയസ് ചുറ്റുള്ള ഷെല്ലിനെ ഉള്ളിലേക്ക് പിടിച്ചു വലിക്കും, ചെറുതാക്കും, ആറ്റത്തിനെ ചെറുതാക്കും. അപ്പൊ സൈസ്, ആറ്റത്തിന്റെ സൈസ് കുറയ്ക്കുന്നു. ഡീറ്റെയിൽ ആയി പഠിച്ചില്ലേ അല്ലേ? മനസ്സിലായി പഠിച്ചില്ലേ? ഓക്കെ, അപ്പോ ഇനി പറ പീരീഡിൽ എങ്ങനെയാണ്? പീരീഡിൽ നമുക്ക് പറയാൻ പറ്റും ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് കുറയുന്നുണ്ട്? സൈസ്, ആറ്റത്തിന്റെ വലുപ്പം കുറയുന്നുണ്ട്. അപ്പോ ആറ്റത്തിന്റെ വലുപ്പത്തിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയി തന്നെ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഒരു അപ്ലിക്കേഷൻ നമ്മളിവിടെ ചെയ്ത് നോക്കാം. വെറുതെ സാർ ഒരു കള്ളി ഇങ്ങനെ വരച്ചു, എന്നിട്ട് നിങ്ങളോട് പറഞ്ഞു ഇതൊരു പീരിയോഡിക് ടേബിൾ ആണ്, അതിന്റെ ഒരു കഷ്ണമാണ് നിങ്ങളോട് അസ്യൂം ചെയ്യാൻ പറഞ്ഞു. കുത്തനുള്ളതൊക്കെ ഗ്രൂപ്പും വിലങ്ങനുള്ളതൊക്കെ പീരീഡും. എന്നിട്ട് മക്കളോട് സാറ് ചോദിക്കുകയാണ്, എടാ മക്കളെ, നിങ്ങളോട് ഞാനിവിടെ പറയുന്നു എ എന്നും, ഓക്കെ, ഇവിടെ ബി എന്നും, ഇവിടെ സി എന്നും, ഇവിടെ ഡി എന്നും ഒക്കെ ഇട്ടിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഇയും കൂടി ഇടാം. കുട്ടികളെ, ഇതിൽ ഏറ്റവും വലിയ ആറ്റം ഏതാ ചോദിക്കുകയാണ്. അപ്പൊ മക്കൾ ഇങ്ങനെ ആലോചിക്കുക, വലിയ ആറ്റമാണ് സാറ് ചോദിച്ചത്. എപ്പോഴൊക്കെയാ വലുതാകുന്നത്? ആറ്റത്തിന്റെ വലുപ്പം കൂടുക. ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിന്റെ വലുപ്പം കൂടും, താഴേക്ക് പോകുന്തോറും കൂടും. പിന്നെ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും കുറയും. നമ്മൾ പഠിച്ച ആറ്റത്തിന്റെ വലുപ്പം കുറയുന്നാ പഠിച്ചത്. അപ്പൊ മക്കളെ നോക്കിയേ, നന്നാ പിടിച്ചോട്ടോ. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും കൂടും. അങ്ങനെയാണെങ്കിൽ ഇതും ഗ്രൂപ്പിന്റെ താഴെയാണ്, ഇതും ഗ്രൂപ്പിന്റെ താഴെയാണ്. അപ്പൊ ഇയും ആകാം, സിയും ആകാം, വലിയ ആറ്റം. ശരി, ഈ ഇയും സിയിലും ആരാണ് വലിയ ആറ്റം? ഏറ്റവും വലിയ ആറ്റം, ബിഗസ്റ്റ് ആറ്റം ഏതാണ്?
അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുക, രണ്ടും താഴെയാണ്. ഇനി പീരീഡിൽ എങ്ങനെയാ നോക്കുക? പീരീഡിൽ ഇങ്ങോട്ട് പോകുന്നതോറും ആറ്റത്തിന്റെ വലിപ്പം കുറയാ ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങോട്ട് കൂടിയല്ലേ. അപ്പൊ ഏറ്റവും വലിയ ആറ്റം ആരാണ്? ഇ ആണ്. എങ്ങനെ കിട്ടി? ഗ്രൂപ്പിൽ താഴെയാണ്, പീരീഡിൽ ഇടത്തെ സൈഡാണ്. ഓക്കെ, അപ്പം ബിഗസ്റ്റ് ആറ്റ് ഏതാണ്? ബിഗസ്റ്റ് ആരാണ്? ബിഗ് അവിടെ ഇവനാണ് ബിഗ് ആറ്റ്. ഇനി നേരെ തിരിച്ച് സ്മോൾ ആറ്റ് ആരാ ചോദിക്കുകയാണ് മക്കളോട്. ഏറ്റവും ചെറിയ ആറ്റ് ആരാണ് ചോദിച്ചാൽ മക്കൾ എന്താ പറയാ? ആലോചിക്കാം. ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്തോറും വലുതാകും, ആക്ച്വൽ നമ്പർ കൂടുന്നതുകൊണ്ട് വലുതാവും. അപ്പം മേലുള്ളവരാണ് ചെറിയ ആറ്റംസ്. അപ്പൊ എ ആവാം, ബി ആവാം, ഡി ആവാം. ഇനിയോ അതിലാരാ ചെറുത് നോക്കാൻ? ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ചെറുതാകും. അപ്പൊ ഏറ്റവും വലത്താരാ ഉള്ളത്? ഡി ആണ്. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും സ്മോളസ്റ്റ് ആറ്റ് ആരാണ്? ഡി ആണ്. കണ്ടോ, കിട്ടില്ലേ? അപ്പൊ ഇതുപോലെയുള്ള അപ്ലിക്കേഷൻ ചോദ്യങ്ങൾ വരുമ്പോ മക്കൾ എന്ത് ചെയ്യണടാ? ആൻസർ ചെയ്യണം കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ചോദ്യങ്ങളും അതിന്റെ കൺസെപ്റ്റും എല്ലാം നമ്മൾ ലൈവിലും കണ്ടന്റ് വീഡിയോസിലൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മെഗാ മാരത്തോൺ വരാനുണ്ട്. അന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് എന്താ പറയാ മാജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ അതൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, കിട്ടണമെങ്കിൽ എല്ലാ ലൈവുകളും കാണണം. ഇന്നും ഇന്നലെയും ഒക്കെ ഇന്ന് നടക്കാൻ പോകുന്നു, നാളെ നടക്കാൻ പോകുന്നു, ഇന്നലെ നടന്നൊക്കെ ആയിട്ടുള്ള ലൈവുകൾ കാണണം. തീർച്ചയായിട്ടും നിങ്ങളെ കമന്റുകളൊക്കെ നമ്മളുടെ വീഡിയോസിന്റെ ഒക്കെ അടിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മക്കൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. സോ അടുത്ത തവണ കാണുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വൈകിട്ടുള്ള ലൈവിൽ എല്ലാവരും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. സോ നമുക്ക് ഇനിയും കാണാം. സൈനിങ് ഓഫ്.